ചക്ക കൊണ്ട് വിഭവങ്ങൾ ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ല. ഞങ്ങൾ ചക്ക കൂഞ്ഞും ചക്ക മടലും ചക്കക്കുരു എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ഒരു തോരൻ വെക്കാൻ പോവാണ്. ഞങ്ങൾ പറയും ചക്ക ഇറച്ചി പോലെ തോരൻ വെക്കുകയാണെന്നാണ് പറയുന്നത്. അതിനായിട്ട് ചക്കക്കുരു, ചക്കമടൽ, ചക്കക്കൂഞ്ഞ് ഇത്രയും വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു. ഈ ഇപ്പുറത്തായിട്ട് ആ നേരം കൊണ്ട് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങായ, വറ്റൽമുളക്, ഇച്ചിരി മസാലക്കൂട്ടുകൾ, കറുവാപ്പട്ട, പിന്നെ കുരുമുളക്, പെരുംജീരകം, തെറ്റിപ്പോയി, പെരുംജീരകം ഇത്രയും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു കാര്യം മറന്നുപോയി, സവാളയുള്ളി ചേർക്കണേ. ഇനി ഇതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം. ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. അരപ്പ് പാകമായിട്ടുണ്ട്. നമ്മൾ മസാലയെല്ലാം കൂടെ ചേർത്തത് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവേണ്ട. ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ അകത്ത് മസാലയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ കുറച്ചുകൂടെ വെള്ളമായിട്ടുണ്ടാക്കും, ചിലർ ഇതുപോലെ ഒരു തോരൻ പരുവത്തിന് റെഡിയാക്കി വയ്ക്കും. നമ്മൾ ഈ കിട്ടിപ്പോയി ചീമച്ചക്ക തോരൻ വയ്ക്കും, ഇറച്ചിത്തോരൻ എന്ന് പറയും. അതിൻ്റെ ഒരു കൂട്ടാണ് ഇതിനുള്ളത്. ഇനി ചെയ്യാനായിട്ടുള്ളതിൻ്റെ അത് നന്നായിട്ട് കടുക് താളിച്ച് ചേർക്കണം. നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വറ്റലും മുളകും എല്ലാം ഇട്ടിട്ട് കടുക് താളിച്ച് ചേർക്കണം. കറിവേപ്പിലയുണ്ടേ, കടുക് താളിച്ച് ചേർക്കാൻ പോവാണ്. കടുക് വറക്കുന്നതിനകത്ത് ഇച്ചിരി അരിയോ ഉഴുന്നുപരിപ്പും കൂടി ചേർത്താൽ നല്ല രുചിയാണ് കേട്ടോ. അമ്മ ഇതിൻ്റെ അകത്ത് അരിയും ചേർത്തിട്ടുണ്ട്, ഇത്തിരി ഉഴുന്നുപരിപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അമ്മയുടെ കടുക് വറക്കൽ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. കടുക് വറുത്തിൻ്റെ അകത്ത് ഒഴിക്കുകയല്ലായിരുന്നു കേട്ടോ. കടുകിൻ്റെ പൊട്ടിച്ച പാത്രത്തിലേക്ക് നമ്മുടെ ചക്കക്കൂഞ്ഞെല്ലാം കൂടി ഇട്ടിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഇളക്കി ഒന്നുകൂടെ എടുക്കണം. അപ്പം നമ്മുടെ ചക്ക ഇറച്ചി കൂട്ട് തോരന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചക്ക കിട്ടുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.